അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. നമ്മളിന്നിവിടെ രുചികരമായ ചെറുനാരങ്ങയും ഈത്തപ്പഴവും മിക്സായിട്ടുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ഉലുവ ചെറുങ്ങനെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഉലുവനെ ഫസ്റ്റ് വറുത്തെടുത്തിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്, മിക്സിയിലിട്ട് പൊടിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതേ ചട്ടിയിൽ തന്നെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നതാണ്. കടുകിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 2 പീസ് കായ ഇടുന്നുണ്ട്. അതിൽ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഫസ്റ്റ് പൊടിച്ച് വെച്ച വറുത്ത ഉലുവ പൊടിച്ച് വെച്ചത് ഇടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ കഴുകി വെച്ച് കുരുവെല്ലാം കളഞ്ഞ് ഒരു 35 ഈത്തപ്പഴമുണ്ട്. നമ്മളിവിടെ അടുത്ത ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്, നല്ല ഫ്രഷ് ഉണ്ടായിന്. അതും കൂടി മിക്സ് ആക്കുകയാണ്. അങ്ങനെ അത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കുകയാണ്. നല്ല മിക്സ് ആവണം, ഈത്തപ്പഴമെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടണം, എന്നെങ്കിലേ അത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. നമ്മളത് മാറ്റി വെച്ച് അതേ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ചെറുനാരങ്ങ റെഡിയാക്കുന്നത്. ഇത് ഞാൻ 2 ദിവസം മുമ്പേ മുറിച്ച് സിർക്കി ഉപ്പെല്ലാം ഇട്ട് വെച്ച ചെറുനാരങ്ങയാണ്. അതിൽ സെയ്ത്തെണ്ണ കുറച്ച് ചേർക്കുന്നു അതേ ചട്ടിയിൽ തന്നെ. അങ്ങനെ മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. പിന്നെ ചെറുനാരങ്ങയിൽ തന്നെ സിർക്ക് ഒഴിച്ച് വെച്ചുകൊണ്ട് സിർക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെറുനാരങ്ങ കുറച്ച് തിള വരുമ്പം ചെറുനാരങ്ങ അതിലേക്ക് ചേർക്കുന്നതാണ്. ഉപ്പ് അവരവരെ ആവശ്യത്തിന് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നമ്മൾ ചെറുനാരങ്ങ ഒന്ന് ഇട്ട് മുളകിലൊന്ന് മിക്സ് ചെയ്യുന്നതാണ്. അങ്ങനെ നല്ലതുപോലെ മുളകിൽ മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈത്തപ്പഴവും എല്ലാം മിക്സും അതിലേക്ക് ചേർക്കുന്നതാണ്. ലാസ്റ്റ് നമ്മളത് മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സെയ്ത്തെണ്ണ തിളപ്പിച്ച് അതിൻ്റെ മേലിലേക്ക് ചേർക്കുന്നതാണ്. അപ്പം കുറച്ച് കേടാവാതിരിക്കും. നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നുണ്ടെങ്കിലും കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് തണിഞ്ഞതിന് ശേഷം നല്ല സെറ്റായതിന് ശേഷം നമ്മൾ കുപ്പിയിലാക്കി വെക്കുന്നതാണ്. ഈ അച്ചാർ ഞാൻ ഫസ്റ്റ് ആക്കുന്നതാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ആയിനി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്.